നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മാർച്ചിലെയും ഏപ്രിലെയും 2 ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ആരംഭിച്ചിരുന്നു. മാർച്ച് മാസം 30-ാം തീയതി മുതലാണ് വിതരണം ആരംഭിച്ചത്. 2 ഗഡുക്കളും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് സർക്കാർ ചെയ്തത്. ഇനി ഇത് മാത്രമല്ല, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലാണെങ്കിൽ 5 ഗഡു പെൻഷൻ 1600 രൂപ വീതം 8000 രൂപയോളമാണ് ഈ സമയത്ത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ സമയത്ത് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, നാളെ മുതൽ വീണ്ടും പെൻഷൻ പുനരാരംഭിക്കുകയാണ്. അതായത് 4000 രൂപയുടെ വിതരണം, 2000 രൂപ വീതമുള്ള 2 ഗഡുക്കൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. കൈകളിലേക്കൊക്കെ, അതായത് സഹകരണ ബാങ്കുകളിൽ നിന്നും കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവരുണ്ട്. അങ്ങനെ പല മേഖലകളിൽ ഈ അവധി ദിവസങ്ങളിൽ തുക എത്തിച്ചേർന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ശേഷിക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതമായിട്ട് 200 രൂപ മുതൽ 500 രൂപ വരെ ലഭിക്കുന്നവരുണ്ട്. 2 മാസത്തെ തുകയായതുകൊണ്ട് ഇതിൻ്റെ ഇരട്ടിയോളം രൂപ, അതായത് 200 ലഭിക്കുന്ന സ്ഥാനത്ത് 400-ഉം 500 വാങ്ങുന്നവർക്ക് 1000 രൂപയുമൊക്കെയാണ് കേന്ദ്ര വിഹിതമായിട്ട് ക്രെഡിറ്റ് ആവേണ്ടത്. ഇത് ശ്രദ്ധിക്കുക. ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാർ ഈ തുക ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആധാറിൻ്റെ വെബ്സൈറ്റിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പരിശോധിക്കുക. ആനുകൂല്യം ലഭിക്കുന്നവർക്ക് തടസ്സമില്ല, എങ്കിലും പുതുതായിട്ട് പദ്ധതിയിലേക്ക് ചേർക്കപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ആനുകൂല്യം കുറഞ്ഞു വരും. അതായത് സംസ്ഥാനത്തെ പെൻഷൻ വിഹിതം ലഭിക്കുമ്പോൾ 1700 അല്ലെങ്കിൽ 1800 1500 ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് ലഭിക്കുക. ബാക്കി തുക കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് കണ്ടെത്തുക, അതിലേക്കായിരിക്കും തുക ക്രെഡിറ്റ് ആവുന്നത്. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ തുക ലഭിച്ചവർ ആ കാര്യം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ആനുകൂല്യം ഇതുവരെ ക്രെഡിറ്റ് ആവാത്തവർക്കും അല്പം ആശ്വാസമാകും. വരും ദിവസങ്ങളിൽ, അതായത് തിങ്കളാഴ്ച മുതൽ അവർക്കുള്ള വിതരണവും ആരംഭിക്കുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, LPG വിതരണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. തിങ്കളാഴ്ച മുതൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് എല്ലാ മേഖലകളിലേക്കും LPG വിതരണം ആരംഭിക്കുന്നതാണ്. ഗാർഹിക LPG ഉപയോക്താക്കൾക്ക് ഏറ്റവും വലിയ ആശ്വാസമാണ്. അടുത്തയാഴ്ച പരമാവധി എല്ലാ മേഖലകളിലേക്കും നിലവിൽ ബുക്കിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ബുക്കിംഗ് ചെയ്യുന്ന എല്ലാവർക്കും വിതരണം നടക്കുന്നതാണ്. ഇനി ഇത് മാത്രമല്ല, നമ്മളുടെ പ്രദേശത്തേക്ക് വരുന്ന ദിവസം അത് അല്പം കൂടി വൈകിയാണ്. നമ്മളുടെ ഇന്ധനം തീർന്നു, പക്ഷേ നിലവിൽ സർക്കാർ പറഞ്ഞിട്ടുള്ള ആ ഒരു ലിമിറ്റ് 45 ദിവസത്തെ ഇടവേളയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ധനം നേരിട്ട് പോയി കൈപ്പറ്റുന്നതിനുമൊക്കെ സാധിക്കുന്നതായിരിക്കും. ഗ്യാസ് ഏജൻസിയിൽ വിളിച്ച് ഈ കാര്യങ്ങൾ അന്വേഷിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ടെത്തിയും ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. അപ്പോൾ അത് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരിട്ട് അല്ലെങ്കിൽ പ്രത്യേക സംവിധാനത്തിലൂടെ നമ്മൾ വാങ്ങുമ്പോൾ ഡെലിവറി ചാർജ് എന്നുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അഡീഷണൽ നമുക്ക് ചാർജ് ഒന്നും ഈടാക്കുന്നതല്ല. ഇനി LPGക്ക് നിലവിൽ ഈടാക്കുന്ന 922 രൂപ അടിസ്ഥാന നിരക്ക് മാത്രമായിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവർ വാങ്ങുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സപ്ലൈകോ വഴി വിഷു കിറ്റ്, അതോടൊപ്പം തന്നെ വിഷു കൈനീട്ടമായിട്ട് 101 രൂപ, ഇതെല്ലാം തന്നെ ഇപ്പോൾ ലഭിക്കുന്ന നിലവിൽ വിതരണത്തിനുള്ള തുടക്കങ്ങൾ ആയിട്ടുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സപ്ലൈകോ വഴി റേഷൻ കാർഡ് ഉടമകൾക്ക് വിഷു കിറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. 16 ഇനങ്ങളടങ്ങിയ 1250 രൂപയുടെ കിറ്റാണ് 1001 രൂപയ്ക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുക. ഇനി അത് മാത്രമല്ല, മറ്റ് ഒട്ടനവധി നോൺ സബ്സിഡി പ്രൊഡക്റ്റുകളുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ വാങ്ങുമ്പോൾ 1000 രൂപയ്ക്ക് മുകളിലാണ് നമ്മളുടെ ബില്ലെങ്കിൽ നമുക്ക് 101 രൂപയോളം പ്രത്യേക ക്യാഷ് ബാക്ക് ആയിട്ട് അല്ലെങ്കിൽ റിവാർഡ് കൂപ്പണായിട്ട് ലഭിക്കുന്നുണ്ട്. ഇതൊരു വിഷു കൈനീട്ടമായിട്ട് നമുക്ക് ലഭിക്കുകയാണ്. പിന്നീട് അടുത്ത തവണ വാങ്ങുമ്പോൾ നമുക്ക് ഈ തുക അവിടെ റെഡീം ചെയ്യാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിലവിൽ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക. സപ്ലൈകോ വഴി ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളും മറ്റ് സബ്സിഡി ഉൽപ്പന്നങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മാർഗ്ഗദീപം സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നുണ്ട്. മാർഗ്ഗദീപ സ്കോളർഷിപ്പിൻ്റെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് പരിശോധിക്കുക. ആനുകൂല്യ വിതരണങ്ങൾ ആരംഭിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആകുന്ന സംവിധാനമാണ്. DBT സംവിധാനത്തിലൂടെയാണ് ആനുകൂല്യത്തിൻ്റെ വിതരണം നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.